എല്ലാ കൂട്ടുകാർക്കും ഡിസൈനിങ് അൺബോക്സിങ്ങിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻ്റർവ്യൂവിൻ്റെ തമ്പനയിലാണ്. അപ്പം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് സൈസും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സർപ്പേട്ട പരമ്പര. അപ്പം ആ സിനിമയുടെ ഒരു ക്യാരക്ടറുണ്ട് വേമ്പുലി. അതൊരു മലയാളി താരമാണ് അഭിനയിച്ചത് വേമ്പുലിയായിട്ട്. അപ്പം ആടെ ഇൻ്റർവ്യൂ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിട്ടിയാൽ നമ്മൾ അതിൻ്റെ തമ്പനയിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, ആ തമ്പനയിലിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വേണ്ടത് 2 സ്റ്റിൽസും ആളെ 2 സ്റ്റിൽസും പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞ 2 ഇമേജുമാണ് വേണ്ടത്. അപ്പോൾ നമുക്കതൊന്നെല്ലാം ആ ഇമേജും കാര്യങ്ങളെല്ലാം ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് അലൈൻ ചെയ്ത് വെക്കാം. ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു തമ്പനെയിൽ മേക്കിംഗ് ആണ്. എല്ലാവരും വിചാരിക്കും തമ്പനെയിൽ എന്നൊരു 1.5-2 മണിക്കൂർ എടുത്ത് ചെയ്യേണ്ട കാര്യമാണെന്ന്. വേറെ അതിൻ്റെ ഒരു കാര്യമില്ല. ഒരു അരമണിക്കൂറും വേണ്ട, നമുക്കൊരു 10-15 മിനിറ്റ് കിട്ടിയാൽ നമുക്ക് സിമ്പിളായിട്ട് 10 മിനിറ്റും പോട്ടെ, ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മളിന്ന് ചെയ്തു പോകുന്നത്. അപ്പോൾ ഇത് ആർക്കായാലും നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണിൽ ഒരു പിക്സൽ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഇതിനൊരു സ്കില്ല് വേണം, അതൊരു പ്രധാന ഘടകമാണ്. അപ്പം നമുക്കിതിൻ്റെ കണ്ടന്റും കാര്യങ്ങളും എഴുതാം. സർപ്പാട്ട പരമ്പര ഒരു ഹൈഫനിട്ട് വേമ്പുലി. സർപ്പാട്ട പരമ്പരയിലെ വേമ്പുലി എന്ന ക്യാരക്ടറിൻ്റെ ഇൻ്റർവ്യൂ. ആ ക്യാരക്ടർ ചെയ്ത ആളെ ഇൻ്റർവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനാണ് മെയിനായിട്ട് ടോപ്പിലൊരു ടൈറ്റിൽ കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ഒരു കോപ്പി പേസ്റ്റ് എടുത്ത് താഴെ കൊണ്ടുവരിക. അത് ആരാണ്? ജോൺ കോക്കൻ ഹൈഫനിട്ട് ഇൻ്റർവ്യൂ. ഓക്കെ. പിന്നെ എന്തെങ്കിലും ഒരു രസകരമായിട്ടുള്ളൊരു ടൈറ്റിൽ. അതൊരു ബാക്ക് ഡ്രോപ്പിൽ ഒരു റെഡ് വന്നിട്ട് നമ്മൾ ഉറൂബ് ഫോണ്ട്, നമ്മൾ റെഗുലറായിട്ട് കൊടുക്കുന്ന ഫോണ്ടാണ് ഉറൂബ്. അതിനകത്ത് നമുക്കൊരു വൈറ്റ് ഫോണ്ട് കൊടുക്കുക. സംഭവം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നത്, നമുക്ക് 2 ഇമേജ് എടുത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളയുക, പിന്നെ ഇതിൻ്റെ 2 സ്റ്റിൽ എടുക്കുക, ലെഫ്റ്റും റൈറ്റും പ്ലേസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഇച്ചിരി സ്പീഡായിട്ടാണ് പറഞ്ഞു പോകുന്നതെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇത് സ്പീഡായിട്ട് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ മുന്നത്തെ വീഡിയോകളിൽ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നത്. ഓക്കെ. ഇത് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ഇപ്പം സിനിമാ താരത്തിൻ്റെ പോട്ടെ, നിങ്ങൾക്ക് മറ്റെന്ത് ഇൻ്റർവ്യൂ ആയാലും ശരി, നിങ്ങൾക്ക് ഇതേ ഫോർമാറ്റ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ സിമ്പിളാണ്. ഇതിനകത്ത് ഒരു മെയിനായിട്ടൊരു ഘടകം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, 2 ഇമേജിൻ്റെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ടുണ്ട്. അത് ഓൺലൈൻ വഴി ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ തമ്പനയിൽ ഏകദേശം അല്ല, ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഉറപ്പായിട്ടും ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു ട്യൂട്ടോറിയൽ വീഡിയോയിൽ കാണാം. ഓക്കെ.